ജോസ്മോൻ ചേട്ടാ, ഓക്കെ. ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഗ്രാമർ പറയാതെ പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞ് എന്നെ പലരും വിളിക്കാറുണ്ട്. നിങ്ങൾ എന്ത് പൊട്ടത്തരവ് പറയണം, ഗ്രാമർ പഠിക്കാതെ ഒന്നും പഠിക്കാൻ പറ്റില്ലെന്ന്. ഗ്രാമർ പഠിച്ചാൽ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുള്ളൂ. ഗ്രാമർ പഠിച്ചാൽ ഇംഗ്ലീഷ് പറയാൻ പറ്റൂല എന്ന് പറഞ്ഞ് കൊല്ലത്തുനിന്ന് ഒരു SI വിളിച്ചിട്ട് പറഞ്ഞില്ലേ, അയാൾ മുഴുവൻ ഗ്രാമറും പഠിച്ചിട്ട് അയാളുടെ നാക്ക് ലോക്കായി പോയി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഗ്രാമർ പഠിക്കണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഗ്രാമർ പഠിക്കണം, അത് അവസാനം പഠിച്ചാൽ മതി. നമ്മൾ ഇത്രയും കാലം സ്കൂളിൽ ആദ്യമേ ഗ്രാമർ പഠിപ്പിച്ചു, പക്ഷെ സംസാരിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾ ആദ്യമേ സംസാരിക്കാൻ തുടങ്ങിക്കോ, പൊട്ടത്തരമാണെങ്കിലും സംസാരിച്ചോ. അത് സംസാരിച്ച് വരുമ്പോൾ ചില ഗ്രാമർ മിസ്റ്റേക്കുകൾ നമ്മൾ കണ്ടുപിടിക്കും, എന്നിട്ട് അത് കറക്റ്റ് ചെയ്യും. ഞാൻ പറഞ്ഞത് പൂര മണ്ടത്തരമാണെന്ന് എനിക്കറിയാം. പൂര മണ്ടത്തരമൊന്നുമില്ല, ഇപ്പൊ തുടക്കത്തിലല്ല, അത് സാരില്ല. ഇപ്പൊ കൊച്ചു കുട്ടികളില്ലേ, 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്, അല്ലെങ്കിൽ 1 വയസ്സ് 2 വയസ്സ് 3 വയസ്സൊക്കെ സംസാരിക്കൂലേ, അവരെ നമ്മൾ ഗ്രാമർ പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് അവര് മലയാളമൊക്കെ പറയണത്. ഇല്ല, അവര് നമ്മളോട് പറയാറുണ്ട്, എനിക്ക് നാളെ ചോറ് തിന്നൊക്കെ പറയും, നാളെ ചോറ് തിന്നൊക്കെ പറയും. ഗ്രാമർ അങ്ങനെയൊക്കെ പിന്നെ വാക്കുകളൊക്കെ തെറ്റിച്ചേ പറയുള്ളൂ. എന്റെ മോള് പച്ചക്കറി എന്നുള്ളതിന് പച്ചത്തറി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെയൊക്കെ നമ്മളൊന്നും കറക്റ്റ് ചെയ്തിട്ടില്ല, തനിയെ കുറെ കഴിഞ്ഞപ്പോൾ തനിയെ ശരിയാ. എനിക്ക് വല്ല കോൺഫിഡൻസ് ഉണ്ട്, ഞാൻ കോൺഫിഡൻസ് എന്നാണ് കോൺഫിഡൻസ് ഉണ്ട്. ഐ ആം കോൺഫിഡന്റ് എന്ന് പറയാം. അതെ, അപ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഐ ആം കോൺഫിഡൻറ്റ്. ഇംഗ്ലീഷ് നാളെ പഠിക്കാൻ പറ്റും, പഠിച്ചിരിക്കും, അതിൽ യാതൊരു തർക്കമില്ല. എന്നെപ്പോലത്തെ ഒരാൾക്ക് പഠിക്കാമെങ്കിൽ നിങ്ങൾക്കും പഠിക്കും. ഗ്രാമർ അങ്ങോട്ട് കെട്ടഴിച്ചു വിട്ട്, ഗ്രാമർ മറന്നേക്ക് അല്ലേ. ഗ്രാമർ വേണ്ടാന്ന് പറയാൻ കാര്യം, ഞാൻ ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ അയാൾ ഇംഗ്ലീഷ് എലക്യൂഷൻ, ഇംഗ്ലീഷ് പ്രസംഗത്തിന് ഓൾ ഇന്ത്യ ഫസ്റ്റ് കിട്ടിക്കൊണ്ടിരുന്ന ഒരാളാണ്. അതിനുശേഷം അയാൾ വളരെയധികം ഡിഗ്രികളൊക്കെ പാസ്സായി കഴിഞ്ഞിട്ട് മാതൃഭൂമിയുടെ ബോംബെ മാനേജറായി, അവിടുന്ന് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ദുബായ് മാനേജറായി, വീണ്ടും മാതൃഭൂമിയിലേക്ക് തിരിച്ചു വന്നു. മാതൃഭൂമിയുടെ മീഡിയ കോളേജിന്റെ ഡീനായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. നല്ല ഇംഗ്ലീഷാണ്. ഇന്നലെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് ഈറ്റ്, എയ്റ്റ്, ഈറ്റൺ ഇതിന്റെ വ്യത്യാസം അയാൾക്കറിയില്ല. ഈറ്റ് എന്ന് പറഞ്ഞാൽ തിന്നുക, എയ്റ്റ് എന്ന് പറഞ്ഞാൽ തിന്നു, ഈറ്റൺ എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഇത് മൂന്നും അയാൾക്ക് അറിയില്ല. ഇത്രയും വലിയ ഇംഗ്ലീഷ് അറിയാവുന്ന ആൾക്ക് അതിന്റെ ഗ്രാമർ അറിയില്ല. എന്നിട്ട് അയാൾ പറഞ്ഞത് എന്താണെന്നറിയോ, ഈ ഗ്രാമറൊന്നും ഞാൻ പഠിച്ചിട്ടില്ല, പക്ഷെ ഞാനിതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അയാൾ ഗ്രാമർ പഠിച്ചിട്ടില്ല, എന്നിട്ട് ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ട് അയാൾ കടലാസിൽ എഴുതിയെടുക്കുകയും ചെയ്തു. ഈറ്റ് എന്ന് പറഞ്ഞാൽ പ്രസന്റ് ആണെന്നും ഞാൻ പറഞ്ഞു കൊടുക്കണേ ഞങ്ങൾക്ക്. ഈറ്റ് എന്ന് പറഞ്ഞാൽ പ്രസന്റ് ആണെന്നും, എയ്റ്റ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ആണെന്നും, ഈറ്റൺ എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണെന്നും പറഞ്ഞു. ആ പുള്ളി റിട്ടയർ ചെയ്ത ആൾ ഇപ്പൊ ആ ഗ്രാമർ എഴുതിയെടുക്കണേ. ഞാൻ പറഞ്ഞു ഇപ്പൊ ഈ ഗ്രാമർ പഠിക്കാൻ പോയ ഉള്ള ഇംഗ്ലീഷ് പോകും. അല്ല, ഇത്രയും വർഷം നല്ല സൂപ്പർ ഇംഗ്ലീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്ന വെച്ചാള് ഫാന്റാസ്റ്റിക് ഇംഗ്ലീഷാണ് പുള്ളിയുടെ. ഗ്രാമർ പഠിക്കാന്ന് കഴിഞ്ഞാൽ പുള്ളിയുടെ പിന്നീടുള്ള എന്തിനാണ് പണ്ടും പഠിച്ചാലല്ല ഇപ്പോഴും പഠിക്കേണ്ട ആവശ്യമില്ല. ഗ്രാമർ വേണ്ട, ഗ്രാമർ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നോളൂ. ഇപ്പൊ മനസ്സിലായില്ലേ, നമ്മൾ ഗ്രാമറും പഠിച്ചിട്ട് വന്നിട്ടൊന്നും ഒരു കാര്യമില്ലെന്നേ. ഇപ്പൊ എന്റെ വർഷം പോയതേ, പ്രായം ഇത്രയൊക്കെയായി, നമ്മൾ ഗ്രാമറിന്റെ പുറകെടുന്നോണ്ടാണ്. അതെ, പാലക്കാട് നിന്ന് ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, ലോട്ടറി വിൽക്കുന്ന ആള്. അയാൾ പറഞ്ഞത് 25ാമത്തെ വയസ്സിൽ അയാൾ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങി. ഇപ്പൊ 50 വയസ്സായി, ഇപ്പോഴും സംസാരിക്കാൻ പറ്റിയിട്ടില്ല. അയാൾ ലോകത്ത് കിട്ടാവുന്ന എല്ലാ ഗ്രാമർ പുസ്തകവും മേടിച്ച് റാപ്പിഡെക്സ് വാങ്ങി. 30 ദിവസം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബുക്ക് 30 ദിവസം കൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ചു തരാം. അയാൾക്ക് അത് പറ്റിയിട്ടില്ല. പക്ഷെ ഇപ്പൊ അയാൾ സംസാരിക്കാൻ തുടങ്ങിയിരുന്നു. ഇംഗ്ലീഷ് നമ്മൾ ആരെങ്കിലും സംസാരിച്ചാൽ മതി. വായിൽ വന്ന ഇംഗ്ലീഷ് കറക്റ്റ് ആയിരിക്കും. നമ്മുടെ ഉള്ളിൽ നമുക്കറിയാമല്ലോ കുറെ ഇംഗ്ലീഷ് വാക്കുകൾ. ഈ വാക്കുകൾ പെറുക്കി ആവശ്യത്തിനനുസരിച്ച് സമയം സന്ദർഭം അനുസരിച്ച് പറഞ്ഞു നോക്കുക. തെറ്റിയപ്പോൾ ആർക്കാ നഷ്ടം വരാൻ പോണം. അതുപോലെ ഒരു ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, ജോസ്മോൻ ചേട്ടൻ എന്താണ് ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്കാത്തത്, തെറ്റിയിട്ട് പറഞ്ഞു കൊടുക്കാത്തത്. അങ്ങനെയല്ല, ഞാൻ തിരുത്താത്തത് എന്താണെന്നറിയാമോ, ഞാൻ കുറച്ച് ഗ്രൂപ്പായിട്ട് ആൾക്കാർക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. ഒരു ഗ്രൂപ്പിൽ 10-30 പേരുണ്ടാവും. അവരെ ഞാൻ ആദ്യം തുടങ്ങുന്നത് ഈ 30 പേരെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനാണ് ഞാൻ പഠിപ്പിക്കുന്നത്. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരൊരു ചെറിയൊരു ഗ്രാമർ മിസ്റ്റേക്ക് പറഞ്ഞാൽ ഉടനെ ഞാൻ ആ ഗ്രാമർ മിസ്റ്റേക്ക് തിരുത്താൻ പോയാൽ ഇവർക്ക് സംസാരിക്കാനുള്ള സമയം കിട്ടില്ല. കാരണം 1 മണിക്കൂറാണ് ക്ലാസ്. ഈ 1 മണിക്കൂറിൽ ഞാൻ അരമണിക്കൂറും ഗ്രാമർ തിരുത്തിക്കൊണ്ടിരുന്നാൽ ഇവർക്ക് സംസാരിക്കാൻ സമയം കിട്ടില്ല. അതുകൊണ്ട് ആ തെറ്റായ ഇംഗ്ലീഷിൽ പറഞ്ഞ് പറയാനുള്ള ധൈര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്രാമർ പിന്നീട് കറക്റ്റ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗ്രാമറും പഠിച്ചുകൊണ്ടിരിക്കരുത് എന്നാണ്. അല്ല, ഈ ഗ്രാമർ ശരിയാക്കിയതിന് ശേഷം സംസാരിക്കാമെന്ന് പറഞ്ഞിരുന്നാൽ 50 വയസ്സ് 60 വയസ്സ് ഇപ്പോൾ ഒരു 72 വയസ്സായ ആളും വന്നിട്ടുണ്ട്. ഗ്രാമർ പഠിച്ചു കഴിഞ്ഞിട്ട് സംസാരിക്കാൻ തുടങ്ങാനാണ്. 72 വയസ്സിലാണ് സംസാരിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ഗ്രാമർ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് പഠിച്ചിട്ടേ പഠിക്കുള്ളൂ എന്ന് പറഞ്ഞ് ജന്മത്ത് പഠിക്കാൻ പോണില്ല. അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഗ്രാമറൊക്കെ വിട്ടേക്ക്.
എന്നെ പോലെ നിങ്ങൾ ഇംഗ്ലീഷ് പറഞ്ഞ് തുടങ്ങും. നോക്കാം. ഇദ്ദേഹം ഗ്രാമർ തെറ്റില്ലാതെ സംസാരിക്കുന്നത് കാണണം എന്നുള്ളൊരു ആഗ്രഹമാണ് എനിക്കുള്ളത്. ദിവസം കാണും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. നമുക്കത് നോക്കാം. തീർച്ചയായിട്ടും കാണാം.